അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 3ത്തെ അടുത്തൊരു പോർഷനിലേക്കാണ് പോകുന്നത്. ടെസ്റ്റിംഗ് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ടെസ്റ്റിംഗ് എന്തിനാണ് ചെയ്യുന്നത്, നമുക്ക് എന്തെങ്കിലും ഡിഫക്ട്സ് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ടാണ് ടെസ്റ്റിംഗ് നടത്തുന്നത്. പിന്നെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇനി ഇതിലെന്താണ് പെസ്റ്റിസൈഡ് പാരഡോക്സ് എന്ന് പറയാം. അതായത് നമ്മൾ സെയിം ടെസ്റ്റ് കേസാണ് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ ബഗ്സ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കോഡ് ചെയ്യുമ്പോഴും നമ്മൾ ഓരോ ടെസ്റ്റ് കേസ് എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്തിട്ട് അതിന് വേണമെങ്കിൽ അത് ആഡ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം ടെസ്റ്റ് കേസൊക്കെ. എന്നാൽ മാത്രമാണ് നമുക്ക് പുതിയ ബഗുകൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ ഒരു പെസ്റ്റിസൈഡ് പാരഡോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ടൈപ്സ് ടെസ്റ്റിംഗ് ആണ് ഇതിലൂടെ പഠിക്കാനുള്ളത്. യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇൻറ്റിഗ്രേഷൻ, സിസ്റ്റം ആക്സെപ്റ്റൻസ്, റിഗ്രഷൻ, സ്ട്രെസ് ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ പെർഫോമൻസ് ടെസ്റ്റിംഗ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ എന്താണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്? നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ ആപ്ലിക്കേഷനിലെ ഒരു ചെറിയ ടെസ്റ്റബിൾ പോർഷനിൽ നമ്മൾ നടത്തുന്ന ടെസ്റ്റാണ് എന്തെന്ന് പറയുന്നത്, യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ചെറിയ പോർഷൻ കമ്പൈൽ ചെയ്യും, ലിങ്ക് ചെയ്യും, ലോഡ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പ്രോഗ്രാമറാണ് ഈ ഒരു ടെസ്റ്റിംഗ് നടത്തുക. നമ്മൾ സാമ്പിൾ ഇൻപുട്ട് കൊടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കും. ഓക്കെ, അതാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് കൊണ്ട് നടക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിങ്ങിൽ നമ്മൾ നേരത്തെ യൂണിറ്റ് ടെസ്റ്റ് ചെയ്ത കുറേ കമ്പോണൻസ് ഉണ്ടാവുമല്ലോ, അതിന് എന്ത് ചെയ്യണം, അങ്ങനെ കുറേ കമ്പോണൻസ് ഉണ്ടായിരിക്കും, അതിന് ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിംഗ് നടത്തുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു ടെസ്റ്റിലൂടെ നടത്തുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഡിസൈനിലൂടെ എന്താണ് നടത്തുന്നത്, അതിൽ ഡിസൈനിൽ എന്താണുള്ളത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ ടെസ്റ്റിംഗ് നടത്തും. അപ്പോൾ ഈ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നാല് ടൈപ്പ് ഉണ്ട്. ഒന്ന് ടോപ്പ് ഡൗൺ, ഒന്ന് ബോട്ടം അപ്പ്, ഒന്ന് സാൻഡ്വിച്ച്, ഒന്ന് ബിഗ് ബാങ്. അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് ടോപ്പ് ഡൗൺ ആണ്. അപ്പോൾ ഈ ഒരു അപ്രോച്ചിൽ നമ്മൾ എന്താണ്, നമ്മൾ ടോപ്പ് ലെവൽ, നമ്മുടെ ആപ്ലിക്കേഷനിലെ ടോപ്പ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യും ടെസ്റ്റിങ്, എന്നിട്ട് ഗ്രാജുവലി എന്ത് ചെയ്യും, നമ്മൾ ലോവർ ലെവൽസിലേക്ക് വരും. അപ്പോൾ ടോപ്പ് ലെവൽ മൊഡ്യൂൾസ്, അതായത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൊഡ്യൂൾസ് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാർട്ടിങ്ങിൽ ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് ലോവർ മൊഡ്യൂൾസിലേക്ക് വരും. ബോട്ടം അപ്പ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച്, ലോവർ ലെവലായിട്ടുള്ള മൊഡ്യൂൾസ് ആദ്യം ടെസ്റ്റ് ചെയ്യും, എന്നിട്ടാണ് ഹയർ ലെവലായിട്ടുള്ള മൊഡ്യൂൾസ് ടെസ്റ്റ് ചെയ്യുന്നത്. അതാണ് ബോട്ടം അപ്പ് എന്ന് പറയുന്നത്. ഇനി ബിഗ് ബാങ് ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ടൈപ്പ് ടെസ്റ്റിങ്ങിൽ എന്താ നടക്കുന്നത് വെച്ചാൽ, നമ്മൾ എല്ലാ മൊഡ്യൂൾസും എല്ലാ കമ്പോണൻസും ഡെവലപ്പ് ചെയ്ത ശേഷമാണ് എല്ലാ മൊഡ്യൂൾസും ഒരുമിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ടെസ്റ്റിംഗ് നടത്തുന്നത്. അത് ഇവിടെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് മൊഡ്യൂൾസ് ആയിട്ടല്ല ടെസ്റ്റിംഗ് നടത്തുക, നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ സിസ്റ്റം എങ്ങനെയുണ്ട് അത് മൊത്തത്തിൽ ഹോളായിട്ടായിരിക്കും നമ്മളിവിടെ ടെസ്റ്റിംഗ് നടത്തുക. അടുത്തെന്ന് പറയുന്നത് സാൻഡ്വിച്ച് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ടോപ്പ് ഡൗൺ ടെസ്റ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ ബോട്ടം അപ്പ് അപ്രോച്ചസിൻ്റെയും കോമ്പിനേഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള മൊഡ്യൂൾസ് വരും. അതായത് ക്രിട്ടിക്കൽ മൊഡ്യൂൾസ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസ്. അപ്പോൾ അത് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റിംഗ് നടത്തും. എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ടോപ്പ് ഡൗണോ അല്ലെങ്കിൽ ബോട്ടം അപ്പോ നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റിംഗ് നടത്തും. ഈ ക്രിട്ടിക്കൽ മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള മൊഡ്യൂൾസ്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ബിഹേവിയറിന് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് വരുന്ന മൊഡ്യൂൾസ് ആയിരിക്കും ഈ ക്രിട്ടിക്കൽ മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ആദ്യം ടെസ്റ്റ് ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം റിമൈനിങ് ആയിട്ടുള്ള മൊഡ്യൂൾസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് ഡൗൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ബോട്ടം അപ്പ് അപ്രോച്ച് വെച്ചിട്ടോ നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റിംഗ് നടത്തും. അടുത്ത ടൈപ്പ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് സിസ്റ്റം ടെസ്റ്റിംഗ് ആണ്. അതായത് സിസ്റ്റം ടെസ്റ്റിംഗ് നമ്മൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് സിസ്റ്റത്തിലായിരിക്കും നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഈ ടെസ്റ്റിംഗ് എങ്ങനെ നടക്കണം, അത് അതിൻ്റെ ഫങ്ഷനാലിറ്റി, അതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ സെക്യൂരിറ്റി ടെസ്റ്റിംഗ്, അതിൻ്റെ റിലയബിലിറ്റി ഒക്കെ ഈ ടെസ്റ്റിങ്ങിലൂടെ എന്ത് ചെയ്യും, നോക്കും. അതുപോലെ തന്നെ ഓരോ കമ്പോണൻസിൻ്റെയും ഓവറോൾ ഇൻട്രാക്ഷൻ എങ്ങനെയുണ്ട് നോക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്പെസിഫിക്കേഷന് നമ്മുടെ യൂസർ തന്നിരിക്കുന്ന ആ ഒരു സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നുണ്ട് നോക്കും. നമുക്ക് ഫങ്ഷനലായിട്ടും നോൺ ഫങ്ഷനലായിട്ടും വരാം. അപ്പോൾ അത് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫങ്ഷനാലിറ്റി ടെസ്റ്റിംഗ് ഉണ്ട്, സിസ്റ്റം പെർഫോമൻസ് ടെസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സെക്യൂരിറ്റി ആൻഡ് പോർട്ടബിലിറ്റി ഉണ്ട്. അടുത്തെന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ആണ്. അതായത് നമ്മുടെ
ഈ നമ്മൾ ഈ സിസ്റ്റം ബിൽഡ് ചെയ്ത ശേഷം അത് നമ്മൾ ഡെലിവറി ചെയ്യും, അതായത് ഒരു കസ്റ്റമറിന് ഡെലിവറി ചെയ്യും. അപ്പോൾ അവിടെ വെച്ച് നടക്കുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി നമ്മുടെ ഒരു കസ്റ്റമറോ അല്ലെങ്കിൽ യൂസർ ചെയ്യുന്ന സംഭവമാണ്. അത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ആൽഫ ടെസ്റ്റിംഗും ഉണ്ട്, ബീറ്റ ടെസ്റ്റിംഗും ഉണ്ട്. ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കസ്റ്റമേഴ്സിന് റിലീസ് ചെയ്യുന്നതിനായിട്ട് മുന്നേ നടത്തുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ബേസിക്കലി Q&A സെക്ഷൻ ആയിട്ടായിരിക്കും നടത്തുന്നതായിരിക്കുക. പിന്നെ ബീറ്റ ടെസ്റ്റിംഗ് ഉണ്ട്. ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അത് ആ ഒരു കസ്റ്റമറിന് കിട്ടി എന്നിട്ട് നടത്തുന്ന ടെസ്റ്റിംഗ് ആണ് ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് റിഗ്രഷൻ ടെസ്റ്റിംഗ് ആണ്. റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്തെടുത്തു, നമുക്ക് തോന്നുകയാണ് ഇന്ന ഒരു മൊഡ്യൂൾ കൂടി നമുക്ക് ആ ഒരു സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അത് ആഡ് ചെയ്തതിന് ശേഷം നടത്തുന്ന ഒരു ടെസ്റ്റാണ് എന്ന് പറയുന്നത് റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് സ്ട്രെസ് ടെസ്റ്റിംഗ് ആണ്. അതായത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ ആദ്യം പ്രൊവൈഡ് ചെയ്യും, എന്നിട്ട് ആ കണ്ടീഷൻസിൽ അത് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നോക്കും. അപ്പം അങ്ങനെ നടത്തുന്ന ടെസ്റ്റാണ് സ്ട്രെസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെസ്റ്റ് കേസിൽ മാക്സിമം മെമ്മറി വരികയാണെങ്കിൽ എന്ത് ചെയ്യും, അതുപോലെ തന്നെ എക്സസീവ് ആയിട്ടുള്ള ഡിസ്ക് റിക്വയർമെൻറ്റ്സ് വരികയാണെങ്കിൽ അതിനുള്ള ടെസ്റ്റ് കേസ് എന്തായിരിക്കും, അതൊക്കെ ആയിരിക്കും ഈ സ്ട്രെസ് ടെസ്റ്റിങ്ങിലൂടെ നടത്തുന്നത്. അടുത്ത ലാസ്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് പെർഫോമൻസ് ടെസ്റ്റിംഗ് ആണ്. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ റൺ ടൈം പെർഫോമൻസ് എങ്ങനെയുണ്ട്, അതിൻ്റെ ടെസ്റ്റ് സ്പീഡ് എങ്ങനെയുണ്ട്, എഫക്റ്റീവ്നെസ്, പ്രോഗ്രാമിൻ്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയുണ്ട്, അതൊക്കെ നോക്കാനായിട്ടായിരിക്കും ഈ പെർഫോമൻസ് ടെസ്റ്റിംഗ് നടത്തുക. എക്സാമ്പിൾ എന്ന് പറയുന്നത് ചെക്കിംഗ് നമ്പർ ഓഫ് പ്രൊസസ്സർ സൈക്കിൾസ്. ഇനി നമുക്ക് ഈ ടെസ്റ്റിംഗ് അപ്രോച്ചസിൽ 2 ടൈപ്പ് അപ്രോച്ചസ് വരുന്നുണ്ട്. ഒന്ന് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങും വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങും. അതിൽ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൽ നമ്മൾ അതിൻ്റെ ഫങ്ഷനാലിറ്റി, അതിൻ്റെ ബിഹേവിയർ ഒക്കെ ആയിരിക്കും നോക്കുക. വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൽ നമ്മൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, സ്ട്രക്ചറലായിട്ടുള്ള ഡിസൈൻ, അതൊക്കെ ആയിരിക്കും വൈറ്റ് ബോക്സ് ടെസ്റ്റിൽ നോക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്താ നോക്കാം. അപ്പോൾ ഈ ഒരു ടെസ്റ്റിംഗ് എന്താണ് നടത്തുന്നത്? ടു എക്സാമിൻ ദ ഫങ്ഷനാലിറ്റി ഓഫ് എൻ ആപ്ലിക്കേഷൻ ബേസ്ഡ് ഓൺ സ്പെസിഫിക്കേഷൻസ്. അതായത് ഒരു ആപ്ലിക്കേഷൻ്റെ എന്തൊക്കെ ഫങ്ഷനാലിറ്റീസ് ഉണ്ട് അതിനെ എക്സാമിൻ ചെയ്യാനാണ് ഈ ഒരു ടെസ്റ്റിംഗ് നടത്തുന്നത്. അതിന് വേറെ പേരും കൂടി ഉണ്ട്, സ്പെസിഫിക്കേഷൻസ് ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് അതിൻ്റെ ഇൻറ്റേർണലായിട്ട് സ്ട്രക്ചറോ അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ പാറ്റേൺസോ ഒന്നും നമുക്ക് ആ ടെസ്റ്ററിനെ അറിയാവണമെന്നില്ല. ഓക്കെ, ബാക്കിയുള്ള ഫങ്ഷനാലിറ്റീസ് എങ്ങനെയുണ്ട്, അതിൻ്റെ ബിഹേവിയർ എങ്ങനെയുണ്ട് നോക്കാനായിട്ടാണ് ഈ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, ഇവിടെ നമ്മൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് നടത്തുന്നു. അതായത് നമ്മുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഫങ്ഷനാലിറ്റീസ്, അതുപോലെ ബിഹേവിയർ ഒക്കെ എങ്ങനെയുണ്ട് നോക്കുന്നു, എന്നിട്ട് നമ്മൾ അതിന് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ നോക്കുന്നു. അതാണ് ഈ ടെസ്റ്റിങ്ങിലൂടെ നടക്കുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഈക്വലൻസ് പാർട്ടീഷനിങ് ആണ്. അതായത് നമ്മുടെ ഇൻപുട്ട് കുറേ സിമിലർ ആയിട്ടുള്ള ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് ഓരോ ക്ലാസ്സും ആ ഒരു ടെസ്റ്റ് പാസ് ചെയ്യുന്നുണ്ടോ നോക്കും. ഓരോ ക്ലാസ്സും അല്ല, ആ ഒരു ക്ലാസ്സിലെ ഓരോ എലമെൻസും ഈ ടെസ്റ്റ് പാസ് ചെയ്യുന്നുണ്ടോ നോക്കും. അങ്ങനെ ആ എലമെൻറ്റ്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സും എന്ത് ചെയ്യും, ആ ടെസ്റ്റ് പാസ് ചെയ്യും. എല്ലാ ക്ലാസ്സും ആ ടെസ്റ്റ് പാസ് ചെയ്യുമെന്ന് നമ്മൾ എന്ത് ചെയ്യും, അസ്യൂം ചെയ്യും. ഓക്കെ, അതായത് ഒരു ഇൻപുട്ട് നമുക്ക് സിമിലർ ആയിട്ടുള്ള കുറേ ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് ഒരു ക്ലാസ്സിൽ ഒരു എലമെൻറ്റ് ആ ടെസ്റ്റ് പാസ് ആവുകയാണെങ്കിൽ ആ എല്ലാ ക്ലാസ്സും എന്ത് ചെയ്യും, ആ ഒരു ടെസ്റ്റ് പാസ് ആവുമെന്ന് നമ്മൾ എന്ത് ചെയ്യും, അസ്യൂം ചെയ്യും. അതാണ് ഈക്വലൻസ് പാർട്ടീഷനിൽ നടക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് ബൗണ്ടറി വാല്യൂ അനാലിസിസ് ആണ്. അപ്പോൾ ഇതിലെന്താ നടക്കുന്നത്, ഒരു ബൗണ്ടറി, അതായത് ഇറ്റ് ഇൻവോൾവ്സ് ഡിറ്റർമിനേഷൻ ഓഫ് ബൗണ്ടറീസ് ഫോർ ഇൻപുട്ട് വാല്യൂസ് ആൻഡ് സെലക്ടിങ് വാല്യൂസ് ദാറ്റ് ഏരിയ അറ്റ് ദ ബൗണ്ടറീസ് ആൻഡ് ജസ്റ്റ് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ഓഫ് ദ ബൗണ്ടറീസ് ആസ് ടെസ്റ്റ് ഡാറ്റ. അതായത് നമ്മുടെ ബൗണ്ടറീസിലുള്ള വാല്യൂസ് നമ്മൾ നോക്കും, എന്നിട്ട് അതിനെ സെലക്ട് ചെയ്യും. ബൗണ്ടറീസ് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഇൻസൈഡ്, അതുപോലെ ജസ്റ്റ് ഔട്ട്സൈഡുള്ള പോയിന്റ്സ്, ജസ്റ്റ് ഔട്ട്സൈഡുള്ള ഏരിയ, ആ ഏരിയയിലുള്ള ഇൻപുട്ട് വാല്യൂസ് നമ്മൾ നോക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് നടത്തും. അതിന് ടെസ്റ്റ് നടത്തിയിട്ട് ജയിക്കുകയാണെങ്കിൽ, അത് പാസ് ചെയ്യുകയാണെങ്കിൽ എന്ത് നമ്മൾ അസ്യൂം ചെയ്യും, അതിലുള്ള എല്ലാ വാല്യൂസും ആ ടെസ്റ്റ് പാസ്സായി നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, അതായത് ബൗണ്ടറി വാല്യൂസ് നോക്കും, അതിലത്തെ വാല്യൂസ് ആ ടെസ്റ്റ് കേസ് പാസ്സാവുകയാണെങ്കിൽ അതിലുള്ള എല്ലാ വാല്യൂസും ആ ടെസ്റ്റ് പാസ്സാവുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അടുത്ത ബ്ലാക്ക് ബോക്സ് ടെക്നിക്കാണ് കോസ് എഫക്റ്റ് ഗ്രാഫിംഗ് എന്ന് പറയുന്നത്.
അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 2 മെത്തേഡ്സിൽ ഒരു ഇൻപുട്ട് വാല്യൂ ആണ് നമ്മൾ കൊടുത്തിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് വാല്യൂസ് കൊടുക്കും. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അത് ടെസ്റ്റ് ചെയ്യിക്കും. എന്നിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇനി അടുത്ത അപ്രോച്ച് എന്ന് പറയുന്നത് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിങ്ങിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ കോഡ് എഫിഷ്യൻസി നമുക്ക് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്ട്രക്ചറൊക്കെ എങ്ങനെയുണ്ട്, അതൊക്കെ ടെസ്റ്റ് ചെയ്യാനാണ് ഈ ടെസ്റ്റിംഗ് നടത്തുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആ ടെസ്റ്ററിന് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചറൊക്കെ അറിയാൻ പറ്റും. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൽ ആ ടെസ്റ്ററിന് അതിൻ്റെ ഫങ്ഷനായിട്ടുള്ള അല്ലെങ്കിൽ ബിഹേവിയർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിയാമെങ്കിൽ, ഈ ഒരു വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൽ ടെസ്റ്ററിന് എല്ലാ ഡിസൈൻ പരമായിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചർ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടെസ്റ്റിന് അറിയാൻ പറ്റും. ഓക്കെ, അതാണ് ഈ ഒരു ടെസ്റ്റിംഗ് നടത്തുന്നത്. പ്രോഗ്രാമേഴ്സ് ഓഫ് ദ കോഡ് കണ്ടക്ട്സ് ദിസ് ടെസ്റ്റ് ഓൺ ദ കോഡ്. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് ഫസ്റ്റ് വൺ, കൺട്രോൾ ഫ്ലോ ടെസ്റ്റിംഗ്. അതായത് നമ്മുടെ കോഡിൽ എവിടെയൊക്കെയോ സ്റ്റേറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ ബ്രാഞ്ച് കണ്ടീഷൻസോ ഒക്കെ ഉണ്ട്, അതിന് ആദ്യം എന്ത് ചെയ്യും, ടെസ്റ്റ് കേസ് നടത്തും. അപ്പോൾ ബ്രാഞ്ച് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ട്രൂ ആയിട്ടുള്ള കണ്ടീഷൻസിൽ നടത്തും, ഫോൾസ് ആയിട്ടുള്ള കണ്ടീഷൻസ് നടത്തും. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് കൺട്രോൾ ഫ്ലോ ടെസ്റ്റിംഗ്. അടുത്തെന്ന് പറയുന്നത് ഡാറ്റ ഫ്ലോ ടെസ്റ്റിംഗ് ആണ്. അതായത് ഇത് മെയിനായിട്ട് എല്ലാ വേരിയബിൾസിനെ എംഫസൈസ് ചെയ്തിട്ടാണ് ഈ ടെസ്റ്റിംഗ് നടത്തുന്നത്. അതായത് എവിടേക്കാണ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എവിടേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്, എവിടേക്കാണ് അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ആക്കിയിരിക്കുന്നത്, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡാറ്റ ഫ്ലോ ടെസ്റ്റിംഗ്. മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ബേസിസ് പാത്ത് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ദിസ് ടെക്നിക്ക് ഇസ് യൂസ് ഫോർ ഡിസൈനിങ് ടെസ്റ്റ് കേസസ് ഇൻറ്റൻഡ് ടു എക്സാമിൻ ഓൾ പോസിബിൾ പാത്ത്സ് ഓഫ് എക്സിക്യൂഷൻ. അപ്പോൾ എന്തൊക്കെ പാത്ത് ഓഫ് എക്സിക്യൂഷൻ നമുക്ക് ആ കോഡിൽ ചെയ്യാൻ പറ്റും, അതൊക്കെ അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും എന്ത് ചെയ്യും, നമ്മൾ ടെസ്റ്റ് നടത്തിയിരിക്കും. അങ്ങനെ എല്ലാ പാത്തും ഓഫ് എക്സിക്യൂഷനിൽ കൂടെ നമ്മൾ ടെസ്റ്റ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് 100% സിസ്റ്റം സ്റ്റേറ്റ്മെൻറ്റ് കവറേജും 100% ബ്രാഞ്ച് കവറേജും നമുക്ക് കിട്ടും. ഇനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം, ടെസ്റ്റ് ഓട്ടോമേഷൻ, ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എന്താ നടക്കുന്നത്, ഇതെന്ന് പറയുന്നത് ഒരു ഓട്ടോമേഷൻ ടൂൾസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ടെസ്റ്റുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനും അതിൻ്റെ ടെസ്റ്റ് ഡാറ്റ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ അതിൻ്റെ റിസൾട്ട്സ് ഒക്കെ ഇമ്പ്രൂവ് ആക്കാനൊക്കെ യൂസ് ചെയ്യണ ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, ടെസ്റ്റ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ആക്ച്വൽ ഔട്ട്കംസും അതുപോലെ തന്നെ പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്കംസ് എന്താണ് അത് തമ്മിൽ കമ്പാരിസണും ഇതിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്രോച്ചസ് ആണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ടെസ്റ്റിംഗ്. അതായത് നമ്മുടെ ഒരു പ്രോഗ്രാം, നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയർ അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നുകിൽ കീ സ്ട്രോക്ക്, നമ്മുടെ കീബോർഡ് അല്ലെങ്കിൽ മൗസ് ക്ലിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്ത് നോക്കും. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട്, ആ യൂസർ ഇൻ്റർഫേസിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അപ്രോച്ചാണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത അപ്രോച്ച് എന്ന് പറയുന്നത് API ഡ്രിവൺ ടെസ്റ്റിംഗ് ആണ്. അത് API ഡ്രിവൺ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ആണ്. എന്തിനാണ്, നമ്മുടെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക് ഏതൊക്കെയാണ്, നമ്മളൊരു പ്രോഗ്രാമിൻ്റെ ഒരു ബേസിക് പ്രോഗ്രാമിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് ഏതൊക്കെയാണ്, ക്ലാസ്സസ്, മൊഡ്യൂൾസ്, ലൈബ്രറീസ്, ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത പോലെ വർക്ക് ആവുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മൾ വേരിയസ് ടൈപ്സ് ഓഫ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ API ഡ്രിവൺ ടെസ്റ്റിംഗ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതിന് 3 ലെവൽസ് ഓഫ് ഓട്ടോമേഷൻ ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ, അതായത് യൂണിറ്റ് ടെസ്റ്റിംഗ് ആണ്. അതായത് ഓരോ ഇൻഡിവിജ്വൽ പാർട്സ് ഓഫ് ദ കോഡിൽ നമ്മൾ ആ ഒരു ഓട്ടോമേഷൻ നടത്തും. അടുത്തെന്ന് പറയുന്നത് സർവീസ് ലെയർ ആണ്. അതായത് നമ്മുടെ ഓരോ അപ്ലിക്കേഷൻ ഓരോ സർവീസസ് ഉണ്ടായിരിക്കും. ഇതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആമസോണിന് ഇപ്പോൾ സിമ്പിൾ റെസ്പോൺസ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ സർവീസസും ഉണ്ട്. അപ്പോൾ ആ സർവീസസൊക്കെ കറക്റ്റായിട്ട് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ
എന്നൊക്കെ നോക്കുന്ന സംഭവമാണ് സർവീസ് ലെയർ എന്ന് പറയുന്നത്. ഇനി ടോപ്പ് ലെവലും കൂടി ഉണ്ട്. ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ UI ടെസ്റ്റിംഗ് ആണ് മെയിനായിട്ട് നടത്തുന്നത്. അതായത് നമ്മൾ ഇന്റർഫേസിൽ ചെറിയൊരു ചേഞ്ച് പോലും വരുത്തി കഴിഞ്ഞാലും അത് ചില ടെസ്റ്റ് കേസ് എന്ത് ചെയ്യും, ബ്രേക്ക് ആവും. അപ്പോൾ ആ UI ടെസ്റ്റിംഗ് നമ്മൾ എന്ത് ചെയ്ത് നടക്കണം, ഭയങ്കര സൂക്ഷിച്ച് ഒക്കെ ചെയ്യേണ്ട ഒരു സംഭവമാണ് ടോപ്പ് ലെവലിൽ ഓഫ് ഓട്ടോമേഷൻ നടക്കുന്നത്. ബേസിക്കലി ഓട്ടോമേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സെറ്റ് ഓഫ് ടൂൾസ് ആണ്. അതിൽ നമുക്ക് ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ ടെസ്റ്റ് ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിൻ്റെ റിസൾട്ട് നമുക്ക് എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് അനലൈസ് ചെയ്യാനൊക്കെ, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ആക്കാൻ പറ്റും.